അത്ര കഴിവുള്ള പയ്യന്മാർ വരുന്നുണ്ട് മേക്കപ്പിന്. അപ്പോൾ ഇത് വന്ന് ഇത് ക്ലാസിക്കലിലേക്കും ചേക്കേറി. ഈ മേക്കപ്പ് ചേക്കേറി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതായത് നമുക്ക് കാണാൻ പറ്റാത്ത അത്ര പെയിൻ്റ് അടിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത്രയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വരുന്ന ജഡ്ജസ് എന്താ ചെയ്യുന്നത്? ഈ മേക്കപ്പ് അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ മോഡലൊരു കുട്ടി വന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് സാധാ മേക്കപ്പിലൊരു കുട്ടി വരികയാണ്. ആ കുട്ടീനെ ഉടനെ ഇവർ തഴയാണ്. എന്തുകൊണ്ട്? മറ്റേ കുട്ടിയുടെ മേക്കപ്പാണ് നല്ലത്. അത് തന്നെ 100% തെറ്റ്. പിന്നെ ഓർണമെൻറ്റ്സ്, ടെമ്പിൾ സെറ്റ്, കൂടിയ ടെമ്പിൾ സെറ്റുണ്ട്. അതിന് ഹെഡ്സെറ്റ് മാത്രം 50,000 റുപ്പീസാണ്. ഇതൊരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ജോലി കാണില്ല, അച്ഛന് മാത്രമേ ജോലി കാണൂ. 2 പിള്ളേർ മിനിമം, 2-3 പിള്ളേർ, അല്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് വീടുകളിലുള്ളത്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ 8, 10, 12 പിള്ളേരല്ലേ ഓരോ വീടുകളിൽ. നവ്യക്കറിയില്ല, എനിക്കറിയാം. എൻ്റെ വീട്ടിൽ തന്നെ 5 പേരുണ്ട്. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ 14 പേരുണ്ട്. എൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ 11 പേരുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇല്ല. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞെങ്കിൽ പോലും അന്നത്തെ ചിലവല്ല ഇന്ന്. ശരിയല്ലേ? ഇന്ന് നമ്മൾ 500 രൂപ കൊണ്ടുപോയാൽ എന്താ മേടിക്കാൻ കിട്ടുക? 2 കൂട്ടം മേടിക്കാം. ബാക്കി ഒരു ചില്ലറ പൈസ കടക്കാരൻ തന്നിട്ട് ഒരു ചിരിയും ചിരിക്കും, കഴിഞ്ഞു. ശരിയല്ലേ? പണ്ട് 500 രൂപയ്ക്ക് ഒരുപാട് കൂട്ടങ്ങൾ കിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനം. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യാൻ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. മേക്കപ്പ് ചെയ്യുന്ന പയ്യന് ഭീമമായൊരു എമൗണ്ടാണ് മേടിക്കവർ. എൻ്റെ കുട്ടികൾ ചിലർ പറയണത് എന്തറിയോ? ടീച്ചർ ആ സാറിനെ വിളിക്കട്ടെ മേക്കപ്പ് ചെയ്യാൻ. ഏത് സാറ്? ഞാൻ ഈ പെയിൻ്റ് അടിക്കണ കാര്യം പറഞ്ഞ സാറ്. അങ്ങനെ ചെയ്താലേ കൊടുക്കണുള്ളൂ മത്സരത്തിന് വരുമ്പോൾ. അപ്പോൾ അതേപോലെ ഓർണമെൻറ്റ്സ് ടെമ്പിൾ സെറ്റ് വെച്ചാലേ കൊടുക്കുന്നുള്ളൂ. അപ്പം നവ്യയ്ക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓർണമെൻറ്റ്സ് ഡ്രസ്സൊക്കെ കൊള്ളൂല്ലാണ്ടായിട്ട്? എന്തെങ്കിലും ഒരു അനുഭവം ഇല്ലാതെ നവ്യ ചിലപ്പോൾ ഇത് എന്നോട് ചോദിക്കാൻ വഴിയില്ല. ശരിയല്ലേ? ഇപ്പോൾ ചിലപ്പോൾ ഡോക്ടറൊക്കെ ആയ സ്ഥിതിക്ക് കാശൊക്കെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ളൊരു വഴി ദൈവം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ നവ്യയ്ക്കൊരു കുഞ്ഞുണ്ടായാൽ പോലും അത്യാവശ്യം കാശ് മുടക്കാം നമുക്കൊരു കുട്ടിക്ക് ഡാൻസ് പഠിക്കാൻ, അല്ലേ? ഈ ടെമ്പിൾ സെറ്റ് വെച്ചാലേ നൃത്തത്തിന്, അതേപോലെ മത്സരത്തിന്, മെയിനായിട്ട് മത്സരത്തിന് നമ്മൾ സമ്മാനം തരുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും ലക്ഷങ്ങൾ ചിലവുണ്ടെന്ന് പൊതുവെ ഒരു പ്രചരണമുണ്ട്. സത്യമാണത്. അപ്പം ചിലർ വിചാരിക്കണം എന്താ അറിയോ? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ലക്ഷങ്ങളൊന്നും ഒരു ചിലവില്ല. ആര് പറഞ്ഞു? ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് മേടിക്കുന്ന ആൾക്കാരെ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ലക്ഷങ്ങൾ മേടിക്കുന്ന അധ്യാപകരുണ്ട്. ഒരു കുട്ടി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകിലോട്ട് ഒന്നും കൂടെ ഞാൻ വരാം. ഈ വിധേന ഈ മേക്കപ്പും ചെയ്ത് ഇതേപോലെ ടെമ്പിൾ സെറ്റ് വെച്ചാലേ സമ്മാനം കൊടുക്കും എന്നുള്ളത് നിലനിൽപ്പുണ്ട് ഇപ്പോഴും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട കുട്ടി കളിക്കുമ്പോഴും സമ്മാനം കൊടുക്കുമോ? കൊടുക്കില്ല. ഇതാണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പറയാൻ കാര്യം, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇതേപോലെ മത്സരമില്ല. മദ്രാസിൽ പോലും ഇല്ല. അവിടെ കുറേ സഭകളുണ്ട്. മദ്രാസിൽ സഭ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ കളിക്കുന്ന പെർഫോം. അത് ഭരതനാട്യം ആയിരിക്കും കൂടുതൽ. അവരുടെ ആർട്ട് ഫോം ഭരതനാട്യമാണല്ലോ മദ്രാസുകാരുടെ. അതിൻ്റെ ഇടയിൽ കുച്ചിപ്പുടി വല്ല സ്റ്റേജിലുണ്ടെങ്കിൽ അത് അവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവർ. അങ്ങനെ കുറേ വേദികൾ അവിടെ ഉണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതില്ല. കേരളത്തിൽ വേദികൾ വളരെ അപൂർവമാണ്. പിന്നെ ക്ഷേത്രങ്ങളാണ് ശരണം. ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരെ പൈസ മേടിച്ചാൽ നമുക്ക് വേദി തരുന്നത്. ഉദാഹരണത്തിന് ഗുരുവായൂർ സ്റ്റേജ്. പിന്നെ ദേവസ്വം ബോർഡ് ഏത് സ്റ്റേജിലും പൈസ മേടിക്കുന്നത്. ഞാൻ ഗുരുവായൂർ പറയാൻ കാര്യം, ഏറ്റവും അധികം ദേവസ്വം ബോർഡ് ഒരു വേദി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്. അവിടെ പൈസ മേടിച്ചാണ് നമുക്കൊക്കെ വേദി തരുന്നത്. പിന്നെ ട്രസ്റ്റുകളുണ്ട് കുറേ അമ്പലങ്ങൾ. അവർ നമ്മൾ പ്രോഗ്രാം വേണം, ഇന്ന ഒരു ഡേറ്റ് എനിക്കൊരു പ്രോഗ്രാം തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം എന്തറിയോ? എത്ര കുട്ടികൾ അരങ്ങേറ്റത്തിനുണ്ടെന്നും. ഇവരെന്തിനാ അതൊക്കെ അറിയുന്നത്? ട്രസ്റ്റിലുള്ളവർക്ക് എന്ത് ആർട്ടിനെ കുറിച്ച് എന്തറിയാം?
അരങ്ങേറ്റം ഉണ്ടെന്ന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുന്നത് ആ അരങ്ങേറ്റത്തിന് ഇവിടെ ഭീമമായൊരു എമൗണ്ട് ടീച്ചർമാർ മേടിക്കുന്നുണ്ടെന്നുള്ളത് ഇവർക്കറിയാം. അവരുടെ ഏതെങ്കിലും കുട്ടിയോ അല്ലെങ്കിൽ അവർക്ക് അറിവുള്ള ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ കൊടുത്ത് പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എത്ര കുട്ടികൾ അരങ്ങേറ്റത്തിനുണ്ട്. ഒരു ട്രസ്റ്റ് അമ്പലം, ഞാൻ അമ്പലം എന്ന് ഞാൻ പറയില്ല. എന്താ അറിയോ, ഞാൻ പറഞ്ഞാൽ പക്ഷേ ഇത് ഇനി പ്രേക്ഷകർ കേട്ട് അമ്പലക്കാർ കേട്ട് അവിടെയുള്ള കളിയും കൂടി മുടക്കും. ശരിയല്ലേ? അതുകൊണ്ട് പറയണില്ല. പിന്നെ ഏറ്റവും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രം. ഇന്ത്യയിൽ പോലും ഇതുപോലെ ഒരു വിഗ്രഹമോ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയൊരു വിഗ്രഹമാണ് പത്മനാഭസ്വാമിയുടെ. അവിടെ നമ്മുടെ ഒരു കുട്ടിയുടെ അമ്മ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാൽ എന്താ അറിയോ, ഓരോ കുട്ടി വീതം ഓരോ കിലോ വെളിച്ചെണ്ണ വേണമെന്ന്.